നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമുക്ക് സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില സവിശേഷ പ്രസ്താവനകൾ എന്തെല്ലാമാണെന്ന് ഒരു ചോദ്യരൂപത്തിൽ പഠിക്കാം. കാരണം എല്ലാം ഞാനിങ്ങനെ പ്രസ്താവനകൾ പോലെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്ലാസ് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അത്രയേറെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആവാൻ സാധ്യതയില്ല ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മാക്സിമം ക്ലാസ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നതുകൂടി പരിശോധിച്ച് ആണ് ഞാൻ ഇടയ്ക്കൊരു ചോദ്യം നിങ്ങൾക്ക് ചേർത്ത് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആ ചോദ്യത്തിലെ പ്രസ്താവനകൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആ ചോദ്യത്തിലെ പ്രസ്താവനകൾ നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അത്രയുമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഹൃദിസ്ഥമായി നിലനിൽക്കും. അപ്പോൾ അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ചോദ്യങ്ങൾ ഇടയ്ക്ക് ഉൾപ്പെടുത്തി പോകുന്നത്. മാത്രമല്ല ഇവിടെ സൈമൺ കമ്മീഷൻ്റെ പ്രസ്താവനകൾ എല്ലാം ഓരോന്നായി പറയുന്നതിനേക്കാൾ ഉതകുന്നത് അതൊരു ചോദ്യരൂപത്തിൽ, ഒരു പ്രസ്താവന ചോദ്യരൂപത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശക്തമായി നിങ്ങളുടെ ഓർമ്മയിൽ അത് നിലനിൽക്കും. കുറച്ചുകൂടി കൂടുതൽ കാലം നിങ്ങളുടെ ഓർമ്മയിൽ അത് നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾക്ക് ചോദ്യം ഒന്ന് പരിശോധിക്കാം. സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ നമ്മളുടെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുകയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1932 എന്നതാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1932 എന്നതാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. കാരണം സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1932 1930 രേഖപ്പെടുത്തി വയ്ക്കുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഓപ്ഷനിലേക്ക് നോക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാമല്ലോ. ഓപ്ഷൻ ബി ഒഴിവാക്കാം, ഓപ്ഷൻ സി ഒഴിവാക്കാം. രണ്ട് ഓപ്ഷനുകൾ ഒഴിവായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഉത്തരം ശരിയാവാനുള്ള സാധ്യത 3 പ്രസ്താവനകൾ പരിശോധിക്കണമെങ്കിലും 50-50 ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പ്രസ്താവനയിലേക്ക് നോക്കാം. ദ്വിഭരണം നിരോധിക്കുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക എന്നീ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. എനിക്കറിയാം ഞാനിതൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാനിത് പഠിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് സൈമൺ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ള പ്രധാന പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രധാന ശുപാർശകൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് ഈ ചോദ്യത്തോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദ്വിഭരണം നിരോധിക്കുക, ദ്വിഭരണം നിരോധിക്കുക ശരിയാണ്. നമ്മൾ നേരത്തെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ദ്വിഭരണം നിരോധിക്കുക എന്ന ആശയമാണ് സൈമൺ കമ്മീഷനിൽ അല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നത്. ദ്വിഭരണം നിരോധിക്കുക ശരിയാണ്. പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക. നമ്മൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിരുന്നു പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനത്തിൻ്റെ വ്യാപനത്തെപ്പറ്റി, അല്ലേ? കൃത്യമായി തന്നെ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ്? സിഖ് മതവിശ്വാസികൾക്ക്, ഇന്ത്യൻ ക്രിസ്ത്യൻസിന്, യൂറോപ്യൻസിന്, അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിനും. അപ്പോൾ
പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക എന്നാണ് പറയുന്നത്. അതായത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. ദ്വിഭരണം നിരോധിക്കുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക, ഇത് രണ്ടും സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാമാണ്? ദ്വിഭരണം നിരോധിക്കുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമോ? സ്വാഭാവികമായും ഇല്ല. കാരണം രണ്ടിടത്തും ശരിയാണ്. രണ്ടിടത്തും ശരിയാണ്. 4 രണ്ടിടത്തും 2 ഓപ്ഷനുകളിലും 4 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 ശരിയാണ്, അല്ലേ? 4 ശരിയാണ്. അത് നമ്മൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് കൂടി തന്നെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകും 2ഉം 4ഉം ശരിയാണ് എന്നുള്ളത്. കാരണം ബാക്കിയുള്ള 2 ഓപ്ഷനുകളിൽ 2ഉം 4ഉം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായി അനലൈസ് ചെയ്യുവാൻ സാധിച്ചാൽ അല്ലെങ്കിൽ വിശകലനം ചെയ്യുവാൻ സാധിച്ചാൽ ഈ ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാം. കാരണം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രവിശ്യകളിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ നിയമനവും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. എന്താണ്? പ്രവിശ്യകളിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ എവിടെ പ്രതിപാദിച്ചിരുന്നു? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ദ്വിഭരണം നിരോധിക്കുക എന്ന ആശയത്തിന് സാധുത നൽകുന്ന ഒന്ന് തന്നെയാണ് എന്ത്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ നിലനിൽക്കുക അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവരിക എന്നത്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾക്ക് പരിശോധിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഓപ്ഷൻ എ എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് പരിശോധിക്കാം. എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്? നാട്ടുരാജ്യങ്ങളുമായി അധികാരം പങ്കിടൽ നിർത്തുക എന്നതായിരുന്നു റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നാട്ടുരാജ്യങ്ങളുമായുള്ള സഹകരണം തുടരുക എന്നതാണ്. എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്? നാട്ടുരാജ്യങ്ങളുമായുള്ള സഹകരണം തുടരുക എന്നതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഒന്ന്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 അതുപോലെ ദ്വിഭരണം നിരോധിക്കുക, ഡയാർക്കി അബോളിഷ് ചെയ്യുക, ദ്വിഭരണം നിരോധിക്കുക. അതുപോലെ പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം, സ്പെഷ്യൽ ഇലക്ടറേറ്റ് എന്നുള്ളത് തുടരുക, സ്പെഷ്യൽ ഇലക്ടറേറ്റ് സംവിധാനം തുടരുക എന്നാണ് പറഞ്ഞത്. കണ്ടിന്യൂ, ഇത് രണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഏത്? ഡയാർക്കിയും അതുപോലെ സ്പെഷ്യൽ ഇലക്ടറേറ്റ് സംവിധാനവും കണ്ടിന്യൂ ചെയ്യണം. മൂന്നാമത്തേത് നമ്മൾ പഠിച്ചത് എന്താണ്? നാട്ടുരാജ്യങ്ങളുമായി അധികാരം അല്ലെങ്കിൽ സഹകരണം തുടരുക എന്നതാണ്. പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായി കോപ്പറേഷൻ തുടരുക, അധികാര സഹകരണങ്ങൾ തുടരുക, അധികാര പങ്കിടൽ തുടരുക. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പഠിച്ചത്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ നിലവിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് എവിടെ പ്രതിപാദിച്ചത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത്. അപ്പോൾ സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സ്റ്റാൻലി ബാൾഡ്വിൻ എന്ന
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കൺസർവേറ്റീവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. 1927 സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നത്. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 പേരും ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാരായിരുന്നു. സ്വാഭാവികമായിട്ടും കിട്ടിയ പേരാണ് എന്ത്? സൈമൺ കമ്മീഷന് വൈറ്റ് മെൻസ് കമ്മീഷൻ എന്നത്. ഇതിൽ ഇന്ത്യക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. സൈമൺ കമ്മീഷന്റെ ഉദ്ദേശം എന്തായിരുന്നു? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർന്നുള്ള പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്ത് അല്ലെങ്കിൽ തുടർന്നുള്ള പരിഷ്കാരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു സൈമൺ കമ്മീഷന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദ്വിഭരണം റദ്ദാക്കുക, അതുപോലെ പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക, പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായി അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുമായുള്ള സഹകരണം തുടരുക, റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ സംവിധാനം നിലവിൽ കൊണ്ടുവരിക. ഇതെല്ലാമാണ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. 1930, 31, 32 വർഷങ്ങളിലായി 1930, 1931, 1932 വർഷങ്ങളിലായി ബ്രിട്ടനിൽ ലേബർ പാർട്ടി, ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗങ്ങളാണ് എന്ത്? വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. എന്താണ് വട്ടമേശ സമ്മേളനം? 1930, 31, 32 ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന യോഗങ്ങളാണ് എന്ത്? വട്ടമേശ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരുന്നു ഈ വട്ടമേശ സമ്മേളനം? എന്തിനായിരുന്നു വട്ടമേശ സമ്മേളനം? ഇന്ത്യയുടെ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു വട്ടമേശ സമ്മേളനം. അതായത് സൈമൺ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകളും മറ്റും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ വട്ടമേശ സമ്മേളനങ്ങൾ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായിരുന്നു ഈ വട്ടമേശ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ. സ്വാഭാവികമായും റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരു ധവളപത്രം പുറത്തിറക്കി. വൈറ്റ് പേപ്പർ, ധവളപത്രം പുറത്തിറക്കി. അപ്പോൾ എന്താണ് വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം? അന്നത്തെ സാഹചര്യത്തിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാഹചര്യങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ വട്ടമേശ സമ്മേളനങ്ങളിലെ തീരുമാനങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു രേഖയാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാഹചര്യങ്ങളിൽ മാത്രമല്ല, നമ്മളിപ്പോൾ റിസർവ് ബാങ്ക് വൈറ്റ് പേപ്പർ ഇറക്കി അല്ലെങ്കിൽ ധവളപത്രം പുറത്തിറക്കി എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ധവളപത്രം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ അറിയിക്കുന്ന ഒരു രേഖയാണ് ധവളപത്രം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രയും മാത്രമാണ് നിങ്ങൾ വൈറ്റ് പേപ്പറിനെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1930, 31, 32 വർഷങ്ങളിലായി ലേബർ പാർട്ടി, ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ ഒരു ധവളപത്രത്തിൽ പുറത്തിറക്കി. അപ്പോൾ അത്തരം തീരുമാനങ്ങളാണ് എവിടെ ഉൾപ്പെടുത്തിയത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉൾപ്പെടുത്തിയത്. എവിടെ ഉൾപ്പെടുത്തി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മളിനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പഠിക്കണം. അപ്പോൾ അതിനു മുൻപ് തന്നെ സൈമൺ കമ്മീഷനെ സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതായത് സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് ഒരു കഥയുടെ രൂപത്തിൽ, ഒരു കോഡ് രൂപത്തിൽ പഠിക്കാനായി ശ്രമിക്കാം.
അപ്പോൾ നിങ്ങൾ തൽക്കാലം സ്ക്രീനിലേക്ക് നോക്കണ്ട, ഞാൻ പറയുന്ന കഥ മാത്രം കേൾക്കുക. അപ്പോൾ സൈമൺ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഹൃദയാഘാതം വരികയാണ്. നമ്മൾ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ പഠിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു കോഡ് രൂപത്തിലാണ് പഠിക്കുന്നത്. സൈമൺ എന്ന് പറയുന്ന ആൾക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. അദ്ദേഹത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. സ്വാഭാവികമായും നമ്മൾക്കെല്ലാം അറിയാം, കൊറോണ കാലമാണ്. കൊറോണ കാലമായതിനാൽ തന്നെ ആശുപത്രിയിൽ മുറികളൊന്നും ഒഴിവില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ വാർഡിൻ്റെ പേര് എന്താണ്? ED വാർഡ് എന്നതാണ്. ED വാർഡ് എന്നതാണ് ആ വാർഡിൻ്റെ പേര്. അപ്പോൾ സൈമൺ എന്ന് പറയുന്ന ആൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അദ്ദേഹത്തെ മുറിയില്ലാത്തത് കാരണം ആശുപത്രിയിലെ ഒരു വാർഡിലേക്കാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായിയുമാണ് ഉള്ളത്. രണ്ടുപേരും വാർഡിൽ ചെന്നു. വാർഡിൽ ചെന്നപ്പോൾ സൈമൺ കാണുന്നത് അവിടെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ അല്ല. സ്വാഭാവികമായിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഡോക്ടർമാരില്ലാത്തത് അല്ലെങ്കിൽ നഴ്സുമാരില്ലാത്തത്? എല്ലാവരും തന്നെ വക്കീൽ കുപ്പായമണിഞ്ഞ നിയമം പഠിച്ച ആൺകുട്ടികളായിരുന്നു. ആരായിരുന്നു? നിയമം പഠിച്ച ആൺകുട്ടികൾ. ലോസൺ ആൺകുട്ടികളായിരുന്നു. ലോസൺ, നിയമം പഠിച്ച ആൺകുട്ടികൾ, ലോസൺ. അപ്പോൾ വാർഡിൽ ഡോക്ടർമാരുണ്ടായിരുന്നില്ല, നഴ്സുമാരുണ്ടായിരുന്നില്ല. പകരം ആരായിരുന്നു? നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കോട്ടൊക്കെ ഇട്ട് നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രം, ഗൗണൊക്കെ ഇട്ട് നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൈമൺ അദ്ദേഹത്തിൻ്റെ സഹായിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഡോക്ടർമാരില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ സഹായി പറഞ്ഞു, സർ, ഇവിടെ എല്ലാവരും നിയമം പഠിച്ച ആൺകുട്ടികളാണെങ്കിൽ പോലും ഇവർക്ക് കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്നാണ് പറഞ്ഞത്. കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്നാണ് പറഞ്ഞത്. ഫോക്സിൻ്റെ ബുദ്ധിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആശുപത്രിയിലെ പരിശോധന കഴിഞ്ഞു. ആ വാർഡിലെ പരിശോധന കഴിഞ്ഞു. വാർഡിലെ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഇവർ സൈമണെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി. ആ വാർഡിൻ്റെ പേര് HO വാർഡ് എന്നതാണ്. ആദ്യത്തെ വാർഡ് ഏതായിരുന്നു? ED വാർഡായിരുന്നു. രണ്ടാമത്തേത് HO വാർഡാണ്. അങ്ങനെ HO വാർഡിലേക്ക് മാറ്റി. ആരെ? സൈമണെ HO വാർഡിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ആരുടെ നേതൃത്വത്തിൽ മാറ്റി? ഈ ലോ പഠിച്ച ആൺകുട്ടികളുടെ നേതൃത്വത്തിൽ മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞു, സർജറിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയോട് പറഞ്ഞു, കാര്യം ഇവർ നിയമം പഠിച്ചവരാണെങ്കിൽ പോലും ഇവരെല്ലാവരും തന്നെ വളരെ ബുദ്ധിമാന്മാരാണ്, വളരെ ക്ലവറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കഥ അവസാനിച്ചു. നമ്മൾക്ക് സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേര് പഠിക്കാനുള്ള ഒരു കോഡ് ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾക്ക് പേരുകൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പേരുകൾ പഠിക്കാമെന്നുള്ളത് നമ്മൾക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, സൈമൺ എന്ന് പറയുന്ന ആൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ജോൺ സൈമണ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഷോൺ, വെർണൻ ഹാർട്ട് ഷോൺ. സൈമൺ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഏത് വാർഡിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്? ED വാർഡ് അല്ലെങ്കിൽ എഡ്വാർഡ് കാഡോഗൻ ED വാർഡിലാണ് അദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ചത്. എഡ്വാർഡ് കാഡോഗൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്? വാർഡിൽ പ്രവേശിപ്പിച്ചു. സൈമൺ ചോദിച്ചു, ഇവിടെ എന്താണ് എല്ലാവരും നിയമം പഠിച്ച ആൺകുട്ടികളാണല്ലോ, ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ലല്ലോ എന്ന്. ലോസൺ, നിയമം പഠിച്ച ആൺകുട്ടികൾ, ലോസൺ, ഹാരി ലെവി ലോസൺ. അപ്പോൾ അദ്ദേഹം ആരോട് ചോദിച്ചു? അദ്ദേഹത്തിൻ്റെ സഹായിയോട് ചോദിച്ചു, ഇവിടെ എന്താണ് ഈ നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രമുള്ളത്, എന്തുകൊണ്ടാണ് ഡോക്ടർമാരില്ലാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവർ നിയമം പഠിച്ച ആൺകുട്ടികളാണെങ്കിലും ഇവർക്ക് കുറുക്കൻ്റെ ബുദ്ധിയാണ്, ഫോക്സിൻ്റെ ബുദ്ധിയാണ്, കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞു. എന്താണ്? ജോർജ് ലൈൻ ഫോക്സ് കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞു. പരിശോധിച്ചു.
പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു വാർഡിലേക്ക് മാറ്റി. എന്തായിരുന്നു ആ വാർഡ്? HO വാർഡായിരുന്നു. HO വാർഡ്. നിങ്ങൾ ഹെഡ് ഓഫീസ് വാർഡ് എന്ന് ചിന്തിക്കുക. HO വാർഡായിരുന്നു. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വാർഡ് എന്ന് ചിന്തിക്കുക. HO വാർഡായിരുന്നു. HO വാർഡിലേക്ക് മാറ്റി. ചികിത്സ കഴിഞ്ഞു, പരിശോധനകൾ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സർജറി സക്സസ്ഫുൾ ആയി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം എന്താണ് സഹായിയോട് പറഞ്ഞത്? കാര്യം ഇവർ നിയമപാലകരാണെങ്കിലും അല്ലെങ്കിൽ ഇവർ നിയമം പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിലും ഇവർ അതീവ ബുദ്ധിമാന്മാരാണ്, വളരെ ക്ലെവറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ ആളാരാണ്? ക്ലെമൻറ്റ് അറ്റ്ലിയാണ്. അപ്പോൾ 7 പേരുടെയും പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നത് അല്ലെങ്കിൽ അംഗങ്ങളല്ലായിരുന്നത് എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ലഭിച്ചാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മറ്റ് സൗകര്യപരമായ കോഡുകൾ നിർമ്മിക്കാമെങ്കിൽ നിർമ്മിച്ച് തന്നെ പഠിക്കുക. ഈ കോഡ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നും ആർക്കുമില്ല, പക്ഷേ നിങ്ങളിത് പഠിച്ചിരിക്കണം, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആരെല്ലാമാണ്? ജോൺ സൈമണിന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഹാർട്ട് ഷോൺ. അദ്ദേഹത്തെ ED വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഗൗൺ അണിഞ്ഞ അല്ലെങ്കിൽ ഇവിടെ നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രമുള്ളത്? ലോസൺ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സഹായി പറഞ്ഞു, ഇവർ നിയമം പഠിച്ച ആൺകുട്ടികൾ മാത്രമാണെങ്കിലും ഇവർക്ക് അതീവ ബുദ്ധിയാണ് അല്ലെങ്കിൽ ഇവർക്ക് കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞു. ഫോക്സ് കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മറ്റൊരു വാർഡിലേക്ക്, ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? വിദഗ്ധ ചികിത്സയ്ക്കായി HO വാർഡ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡൊണാൾഡ് ഹൊവാർഡ്, ജോർജ് ലൈൻ ഫോക്സ്, ഹാരി ലെവി ലോസൺ. അതിനുശേഷം അവസാനം അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവർ വളരെ ബുദ്ധിമാന്മാരായ അഡ്വക്കേറ്റുകളാണ് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ നിയമം പഠിക്കുന്ന കുട്ടികളാണ് എന്നാണ് പറഞ്ഞത്. അവർക്ക് ആരോഗ്യവശവും എല്ലാം കൃത്യമായി തന്നെ അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനം ബുദ്ധിമാന്മാർ, ക്ലെമൻറ്റ് അറ്റ്ലി. അപ്പോൾ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ഇനി സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് സൈമൺ കമ്മീഷൻ എന്ന ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ആരാണ്? ഇർവിൻ പ്രഭുവാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയത് ആരാണ്? സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയത് യൂസഫ് മെഹ്റലിയാണ്. ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയത് യൂസഫ് മെഹ്റലിയാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭുവായിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവായിരുന്നു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? അല്ലെങ്കിൽ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് യൂസഫ് മെഹ്റലിയാണ്. അപ്പോൾ ഈ യൂസഫ് മെഹ്റലിയെ പറ്റി നമ്മൾക്ക് ചില കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായുണ്ട്. 1942 കാലഘട്ടത്തിലെ ബോംബെ മേയറായിരുന്നു ആര്? ഈ യൂസഫ് മെഹ്റലി. ബോംബെ മേയർ 1942 കാലഘട്ടത്തിലെ ബോംബെ മേയറായിരുന്നു ആര്? യൂസഫ് മെഹ്റലി. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം 1942 ബോംബെ മേയറായിരുന്നു. അപ്പോൾ മുൻ ബോംബെ മേയറായിരുന്നു ആര്? യൂസഫ് മെഹ്റലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മാഗസിൻ, അദ്ദേഹം പുറത്തിറക്കിയ മാഗസിൻ്റെ പേരാണ് എന്ത്? വാൻഗാർഡ് എന്ന് പറയുന്നത്. വാൻഗാർഡ് എന്ന് പറയുന്നത് അദ്ദേഹം പുറത്തിറക്കിയ ഒരു മാഗസിനായിരുന്നു. വാൻഗാർഡ് എന്ന് പറയുന്നത് ആര് പുറത്തിറക്കിയ മാഗസിനായിരുന്നു? യൂസഫ് മെഹ്റലി പുറത്തിറക്കിയ മാഗസിനായിരുന്നു. 1925 അദ്ദേഹം 1925 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയായിരുന്നു എന്ത്? യങ് ഇന്ത്യ സൊസൈറ്റി. 1925
യൂസഫ് മെഹ്റലി സ്ഥാപിച്ച സംഘടനയായിരുന്നു എന്ത്? യങ് ഇന്ത്യ സൊസൈറ്റി. 1925 യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? യൂസഫ് മെഹ്റലിയാണ്. അതുപോലെ വളരെ പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ എന്ന സ്ലോഗൻ ആദ്യമുയർത്തിയതും ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് അല്ലെങ്കിൽ ആദ്യം പ്രതിപാദിക്കുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. നമ്മൾ ക്വിറ്റ് ഇന്ത്യ ആദ്യം ഉയർത്തിയത് ഗാന്ധിയാണെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗാന്ധിയാണ് ക്വിറ്റ് ഇന്ത്യ ഡു ഓർ ഡൈ എന്ന ശ്ലോകത്തോടു കൂടി പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ കൂടുതൽ വ്യാപൃതമാക്കിയത് ഗാന്ധിയാണ്. പക്ഷേ ആദ്യമായി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അല്ലെങ്കിൽ പ്രതിപാദിച്ചത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ത് അല്ലെങ്കിൽ ഒരു സ്ലോഗനാണെന്ത്? ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തെ പോപ്പുലറാക്കിയത് അല്ലെങ്കിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഉയർത്തിയത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. ആദ്യമായി പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. അപ്പോൾ യൂസഫ് മെഹ്റലിയെ പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി വിശദമാക്കാം. 1925 യൂസഫ് മെഹ്റലി യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്നു. 1942 അദ്ദേഹം ബോംബെ മേയറായി സ്ഥാനമേറ്റു. 1942 ബോംബെ മേയറായി യൂസഫ് മെഹ്റലി സ്ഥാനമേറ്റു. അപ്പോൾ മുൻ ബോംബെ മേയറായിരുന്നു ആര്? യൂസഫ് മെഹ്റലി. അദ്ദേഹം പുറത്തിറക്കിയ മാഗസിനാണ് എന്ത്? വാൻഗാർഡ് മാഗസിൻ. വാൻഗാർഡ് എന്നായിരുന്നു അദ്ദേഹം പുറത്തിറക്കിയ മാഗസിൻ്റെ പേര്. വാൻഗാർഡ് എന്നായിരുന്നു അദ്ദേഹം പുറത്തിറക്കിയ മാഗസിൻ്റെ പേര്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം പ്രതിപാദിച്ചത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്, ഗാന്ധി അല്ല. യൂസഫ് മെഹ്റലിയാണ്, ഗാന്ധി അല്ല. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റരുത്. ക്വിറ്റ് ഇന്ത്യ ഗാന്ധി അല്ല, ഡു ഓർ ഡൈ ആണ് ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം. ഗാന്ധി പ്രചാരത്തിൽ കൊണ്ടുവന്ന രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഇത്? ഡു ഓർ ഡൈയും ക്വിറ്റ് ഇന്ത്യയും. ക്വിറ്റ് ഇന്ത്യയുടെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി ആയിരുന്നു. ആരായിരുന്നു? യൂസഫ് മെഹ്റലി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. സൈമൺ വിരുദ്ധ കലാപത്തെ തുടർന്ന് ലാത്തി ചാർജിന് അനുമതി നൽകിയ പോലീസ് സൂപ്രണ്ടായിരുന്നു ജെയിംസ് എ സ്കോട്ട്. ചില റാങ്ക് ഫയലിൽ തെറ്റായി കൊടുത്തിട്ടുള്ള ഒരു വിവരമാണ്. ജനറൽ സാൻഡേഴ്സൺ ആണ് ലാത്തി ചാർജിന് അനുമതി നൽകിയ പോലീസ് സൂപ്രണ്ട് എന്നുള്ളത്. അല്ല, ജെയിംസ് എ സ്കോട്ട് എന്ന പോലീസ് സൂപ്രണ്ടാണ് സൈമൺ വിരുദ്ധ കലാപത്തിനെതിരെ ലാത്തി ചാർജിന് ഓർഡർ നൽകിയത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഈ സൈമൺ വിരുദ്ധ കലാപം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യക്കാരായ ആരും തന്നെ സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല, അല്ലേ? ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യക്കാരായ ആരും തന്നെ സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇത് ഇന്ത്യക്കാരെ ശക്തമായി പ്രകോപിപ്പിച്ചു. തങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി തങ്ങൾക്കുള്ള ഭരണപരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ചിന്തിക്കുവാൻ ഇന്ത്യക്കാരായ ആരും തന്നെ സൈമൺ കമ്മീഷനിൽ ഇല്ലായിരുന്നു. മറിച്ച് എല്ലാവരും ആരായിരുന്നു? ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിൻ്റെ ഒരു കാരണമാണ്, അല്ലെങ്കിൽ അതൃപ്തിയുടെ ഒരു കാരണമായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ടായ പ്രക്ഷോഭങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ലാത്തി ചാർജിനായി ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ട് ആരായിരുന്നു? ജെയിംസ് എ സ്കോട്ടായിരുന്നു. ജെയിംസ് എ സ്കോട്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ഇന്ത്യയുടെ പൊരുതുന്ന പടയാളികളായ അല്ലെങ്കിൽ ഊർജ്ജസുറ്റ പടയാളികളായ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ആര്? ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവർ. ഇവർ സ്വാഭാവികമായിട്ടും ജെയിംസ് എ സ്കോട്ടിനെ വകവരുത്തുവാൻ തീരുമാനിച്ചു. പക്ഷേ
ജെയിംസ് എ സ്കോട്ടിന് പകരം ആരാണ് കൊല്ലപ്പെട്ടത്? സാൻഡേഴ്സൺ ആണ് കൊല്ലപ്പെട്ടത്. ജെയിംസ് എ സ്കോട്ടിന് പകരം ജനറൽ സാൻഡേഴ്സൺ ആണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ജനറൽ സാൻഡേഴ്സനെ വധിച്ചത് ആരെല്ലാമാണ് എന്ന് ചോദിച്ചാൽ അത് ഭഗത് സിംഗും രാജ്ഗുരുവും ചേർന്നാണ്. ജനറൽ സാൻഡേഴ്സനെ വധിച്ചത് ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗും രാജ്ഗുരുവും ചേർന്നാണ് ആരെ വധിച്ചത്? ജനറൽ സാൻഡേഴ്സനെ വധിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉന്നമാരായിരുന്നു? ജെയിംസ് എ സ്കോട്ട് എന്ന പോലീസ് സൂപ്രണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അബദ്ധം പറ്റി. അവർ വധിച്ചത് ആരെയായിരുന്നു? ജനറൽ സാൻഡേഴ്സനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഇന്ത്യയിലെത്തുമ്പോൾ, അതായത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു? ഇർവിൻ പ്രഭുവായിരുന്നു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആദ്യം കോയിൻ ചെയ്തതാരാണ്? ആദ്യം ഉയർത്തിയതാരാണ്? യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലി ഉയർത്തിയ അല്ലെങ്കിൽ യൂസഫ് മെഹ്റലി ഉപജ്ഞാതാവായ മറ്റൊരു മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ. ഗാന്ധി അല്ല ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. ഗാന്ധി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. കൃത്യമായി മനസ്സിലാക്കുക. യൂസഫ് മെഹ്റലിയെ പറ്റിയുള്ള പ്രധാന പോയിന്റുകൾ എന്താണ് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം. എന്തെല്ലാമാണ്? 1925 യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് ആര് രൂപം നൽകി? യൂസഫ് മെഹ്റലി രൂപം നൽകി. 1942 അദ്ദേഹം ബോംബെ മേയറായി സ്ഥാനമേറ്റു. 1942 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ബോംബെ മേയറായി സ്ഥാനമേറ്റു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പുറത്തിറക്കിയ ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു മാഗസിൻ ആയിരുന്നു മാഗസിൻ്റെ പേരെന്തായിരുന്നു? വാൻഗാർഡ് എന്നായിരുന്നു അദ്ദേഹം പുറത്തിറക്കിയ മാഗസിൻ്റെ പേര്. അപ്പോൾ സൈമൺ വിരുദ്ധ കലാപത്തിനെ അടിച്ചമർത്തുവാൻ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ട് ആരായിരുന്നു? ജെയിംസ് എ സ്കോട്ടായിരുന്നു സൈമൺ വിരുദ്ധ കലാപങ്ങളെ അടിച്ചമർത്തുന്നതിനായി ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ട്. അപ്പോൾ ജെയിംസ് എ സ്കോട്ടിനെ ഉന്നം വെച്ചുകൊണ്ട് ഭഗത് സിംഗും രാജ്ഗുരുവും ആക്രമണം അഴിച്ചുവിടുകയും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ജെയിംസ് എ സ്കോട്ടിന് പകരം ജനറൽ സാൻഡേഴ്സൺ ആണ് വധിക്കപ്പെട്ടത്. ആരാണ് വധിക്കപ്പെട്ടത്? ജനറൽ സാൻഡേഴ്സൺ ആണ് വധിക്കപ്പെട്ടത്. അപ്പോൾ ജനറൽ സാൻഡേഴ്സനെ വധിച്ചത് ഭഗത് സിംഗും രാജ്ഗുരുവുമാണ്. എന്നാൽ സൈമൺ വിരുദ്ധ കലാപത്തിനെ അടിച്ചമർത്തുവാൻ ഓർഡറിട്ട അല്ലെങ്കിൽ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജനറൽ സാൻഡേഴ്സൺ അല്ല, മറിച്ച് ആരാണ്? ജെയിംസ് എ സ്കോട്ട് എന്ന പോലീസ് സൂപ്രണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. സൈമൺ കമ്മീഷനെ ഉപരോധിക്കാനുള്ള പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. സൈമൺ കമ്മീഷനെ ഉപരോധിക്കാനുള്ള പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. മദ്രാസ് സമ്മേളനത്തിൻ്റെ 1927 അധ്യക്ഷനാരായിരുന്നു? MA അൻസാരി ആയിരുന്നു മദ്രാസ് സമ്മേളനത്തിൻ്റെ 1927 അധ്യക്ഷൻ. അപ്പോൾ സൈമൺ കമ്മീഷനെ ഉപരോധിക്കാനുള്ള പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. സൈമൺ കമ്മീഷനെ ഉപരോധിക്കാനുള്ള പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. അപ്പോൾ 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? MA അൻസാരി ആയിരുന്നു. ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൈമൺ കമ്മീഷനെ ഉപരോധിക്കുവാൻ ഉള്ള പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യം പ്രയോഗിച്ചത് സൈമൺ കമ്മീഷനാണ്.
ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യം പ്രയോഗിച്ചത് സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിലാണ് ആദ്യമായി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം പ്രയോഗിക്കുന്നത്. സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിലാണ് ആദ്യമായി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം പ്രയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. PSC പരീക്ഷകൾക്ക് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻ്റാണ്. ഇത്തരമൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് സൈമൺ കമ്മീഷനാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകളുടെ പുനഃസംഘടന എന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശയായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകളുടെ പുനഃസംഘടന. ഇന്ത്യ ആദ്യം 1947 ശേഷം ഇന്ത്യക്ക് 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട്, സംസ്ഥാന പുനഃസംഘടന ആക്ട് ഉണ്ടായിരുന്നു. അതിനു മുൻപ് ആന്ധ്രാപ്രദേശ് 1953 രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം ഭാഷാടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന രൂപീകരണം അല്ലെങ്കിൽ ഒരു പ്രവിശ്യകളുടെ രൂപീകരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് സൈമൺ കമ്മീഷനാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകളുടെ പുനഃസംഘടന എന്ന് പ്രഖ്യാപിച്ചത് സൈമൺ കമ്മീഷനാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നതാണ്. സൈമൺ കമ്മീഷൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നതാണ്. സൈമൺ കമ്മീഷൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സൈമൺ കമ്മീഷനെ പറ്റി നിങ്ങൾ ഒരു PSC പരീക്ഷയ്ക്ക് മുൻപായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ. അപ്പോൾ നമുക്ക് സൈമൺ കമ്മീഷനെ പറ്റി നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ സൈമൺ കമ്മീഷനെ നിയമിച്ചതാരാണ്? സ്റ്റാൻലി ബാൽഡ്വിൻ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്നു. 1927 സൈമൺ കമ്മീഷൻ നിലവിൽ വരുന്നത്. പക്ഷേ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത് എപ്പോഴാണ്? 1928 ഫെബ്രുവരി 3 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 പേരും ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്ത് സംഭവിച്ചു? അവരെ വൈറ്റ് മെൻസ് കമ്മീഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യക്കാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു, എല്ലാവരും വെള്ളക്കാരായതിനാൽ. എന്നാൽ സൈമൺ കമ്മീഷൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അല്ലെങ്കിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഭരണപരമായ സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർന്നുള്ള ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് വേണ്ടത് എന്ന ശുപാർശ നൽകുകയായിരുന്നു എന്ത് സൈമൺ കമ്മീഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3 7 അംഗങ്ങളാണ്, 7 പേരും വെള്ളക്കാരായിരുന്നു. ഈ വെള്ളക്കാരായിരുന്നത് കൊണ്ട് തന്നെ വൈറ്റ് മെൻസ് കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സർ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ അല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നമ്മളൊരു ചോദ്യരൂപത്തിൽ പഠിച്ചു. എന്തെല്ലാമാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1930 ദ്വിഭരണം നിരോധിക്കുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ദ്വിഭരണം അബോളിഷ് ചെയ്യുക, പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം തുടരുക എന്ന ആശയമാണ് സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നത്. അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായി അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുമായുള്ള അധികാര സഹകരണം തുടരുക എന്നും സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. റെസ്പോൺസിബിൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ നിലവിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശവും സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി പ്രതിപാദിച്ചിരുന്നു. 1930, 31, 32 വർഷങ്ങളിലായി ബ്രിട്ടനിൽ നടന്ന യോഗങ്ങളെയാണ് നമ്മൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. ഈ വട്ടമേശ സമ്മേളനം എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി സംസാരിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനത്തിലാണ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരു ധവളപത്രം പുറത്തിറക്കി. എന്തായിരുന്നു ധവളപത്രം? തീരുമാനങ്ങൾ
സങ്കലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന ഔദ്യോഗിക രേഖയാണ് വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതും സൈമൺ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും എന്തിൽ ഉൾപ്പെടുത്തി? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉൾപ്പെടുത്തി. അപ്പോൾ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ പേരുകൾ നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആരെല്ലാമായിരുന്നു സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ? സർ ജോൺ സൈമൺ ഉണ്ടായിരുന്നു, വെർണൻ ഹാർട്ട്ഷോൺ ഉണ്ടായിരുന്നു, എഡ്വാർഡ് കാഡോഗൻ ഉണ്ടായിരുന്നു, ഹാരി ലെവി ലോസൺ ഉണ്ടായിരുന്നു, ജോർജ് ലെയ്ൻ ഫോക്സ് ഉണ്ടായിരുന്നു, ഡൊണാൾഡ് ഹൊവാർഡ് ഉണ്ടായിരുന്നു, ക്ലിമന്റ് അറ്റ്ലി ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഒരു കോഡ് രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ ഇവരെ എല്ലാവരെയും ഓർത്തു വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. നിങ്ങളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൃത്യമായി തന്നെ മനഃപ്പാഠമാക്കുക. കാരണം ചോദ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ സൈമൺ കമ്മീഷൻ എത്തുമ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ അല്ലെങ്കിൽ ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലി ഉയർത്തിയ അല്ലെങ്കിൽ യൂസഫ് മെഹ്റലി ഉപജ്ഞാതാവായ മറ്റൊരു പ്രശസ്തമായ മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ഗാന്ധി ആയിരുന്നു. എന്നാൽ ഗാന്ധിയാണ് ഡു ഓർ ഡൈയും ക്വിറ്റ് ഇന്ത്യയും പ്രചാരത്തിലാക്കിയത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് ആരാണ്? ഗാന്ധിയാണ്. അപ്പോൾ യൂസഫ് മെഹ്റലി 1942 ബോംബെ മേയറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1925 യങ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് യൂസഫ് മെഹ്റലിയാണ്. അതുപോലെ യൂസഫ് മെഹ്റലിയാണ് എന്ത് സംഭവിച്ചത്? യൂസഫ് മെഹ്റലി പുറത്തിറക്കിയ ഒരു പ്രസിദ്ധീകരണമാണ് വാൻഗാർഡ് എന്ന് പറയുന്ന മാഗസിൻ. അപ്പോൾ ആദ്യമായി ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത് സൈമൺ കമ്മീഷനാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത് സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ എല്ലാവരും വെള്ളക്കാരായതിനാൽ തന്നെ സൈമൺ വിരുദ്ധ കലാപങ്ങളുണ്ടായി. സൈമൺ വിരുദ്ധ കലാപങ്ങളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്താൻ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ജെയിംസ് എ സ്കോട്ട് ആയിരുന്നു. അങ്ങനെ ജെയിംസ് എ സ്കോട്ടിനെ ലക്ഷ്യമാക്കി ഭഗത് സിംഗും രാജ്ഗുരുവും ആക്രമണം അഴിച്ചുവിടുകയും പക്ഷേ ഉന്നം തെറ്റി ആര് കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്? ജനറൽ സാൻഡേഴ്സൺ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ ജനറൽ സാൻഡേഴ്സനെ വധിച്ചത് ആരെല്ലാം ചേർന്നാണ്? ഭഗത് സിംഗും രാജ്ഗുരുവും ചേർന്നാണ് ജനറൽ സാൻഡേഴ്സനെ വധിച്ചത്. സൈമൺ കമ്മീഷനെ ഉപരോധിക്കാൻ പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. സൈമൺ കമ്മീഷനെ ഉപയോഗിക്കാൻ പ്രമേയം പാസാക്കിയത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ്. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? എം.എ. അൻസാരി ആയിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സൈമൺ കമ്മീഷനിലാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ്, പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതും ആരാണ്? സൈമൺ കമ്മീഷനാണ്. ഈ സൈമൺ കമ്മീഷൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നതാണ്. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത്. സൈമൺ കമ്മീഷൻ്റെ ശുപാർശകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിക്കുന്നതിന് തൊട്ട് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പൂന പാക്റ്റിൻ്റെ ചില വസ്തുതകളും കൂടി സംസാരിച്ചതിന് ശേഷം നമ്മൾക്ക് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി വിശദമായി പഠിക്കാം. 1932 ഓഗസ്റ്റ് 16 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 1932 ഓഗസ്റ്റ് മാസം 16 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ എന്തായിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദീർഘകാലമായി അംബേദ്കറും അംബേദ്കറുടെ അനുയായികളും തങ്ങളുടെ ജനത അനുഭവിക്കുന്ന ദുസ്സഹമായ പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാനുള്ള ശ്രമം എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. അദ്ദേഹം 1928
സൈമൺ കമ്മീഷന് മുൻപാകെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ 1932 ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണൽ അവാർഡ്? കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്, ഇവിടെ പറയുന്നത് ദളിത് വിഭാഗത്തിന്, ഒരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നൽകുകയും ആ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ ദളിതർ മാത്രമാവുകയും വോട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ സമ്മതിദാനാവകാശവും ആർക്ക് മാത്രമാണ്? ദളിതർക്ക് മാത്രമാണ്. സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്യുന്നവരും ഒരേ സമുദായത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. അപ്പോൾ അതാണ് പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്രസ്ഡ് ക്ലാസസിനാണ് അല്ലെങ്കിൽ ദളിതർക്കാണ് ഇവിടെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. എപ്പോൾ? 1932 മുൻപ് പ്രത്യേക ഇലക്ടറേറ്റ് സംവിധാനം വ്യാപിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കൃത്യമായി തന്നെയാണ് വന്നത്. ഇപ്പോൾ ദളിതരുടെ കാര്യമാണ് പറയുന്നത്. 1932 ദളിതർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതേസമയം അംബേദ്കർ വളരെ സന്തോഷവാനായിരുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അദ്ദേഹം വിചാരിച്ചു തങ്ങളുടെ ജനത അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഒരു മുക്തി നേടി തങ്ങളുടെ സമുദായത്തിന് ഒരു ഔന്നത്യം കരസ്ഥമാക്കുവാനുള്ള അവസരമാണ് ഇതെന്ന് വിചാരിച്ചു. പക്ഷേ ഗാന്ധി ഇതിനെ ശക്തമായി എതിർത്തു. ഗാന്ധി അതേസമയത്ത് പൂനെയിലെ യെർവാദ ജയിലിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. കാരണം കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐക്യത്തെ ബാധിക്കുന്ന ഒന്നാണ് കമ്മ്യൂണൽ അവാർഡ്, ഇന്ത്യയെ വിഭജനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്, ഇന്ത്യയുടെ ഏകതയെ ബാധിക്കുന്ന ഒന്നാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധി ഒടുവിൽ എന്ത് തീരുമാനിച്ചു? നിരാഹാരം അനുഷ്ഠിക്കാം എന്ന് തീരുമാനിച്ചു. എവിടെ? പൂനെയിലെ യെർവാദ ജയിലിലായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അങ്ങനെ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. സ്വാഭാവികമായിട്ടും അംബേദ്കർക്ക് മനസ്സിലായി ഗാന്ധിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അംബേദ്കർ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള കാര്യം അംബേദ്കർക്ക് മനസ്സിലായി. ഒടുവിൽ അംബേദ്കർ ഗാന്ധിക്ക് വഴങ്ങി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ പിന്മാറ്റത്തിന് സാധുത നൽകിയത് പൂന സന്ധിയാണ് അല്ലെങ്കിൽ പൂനെ ഉടമ്പടി, പൂനെ സന്ധിയാണ്. പൂനെ പാക്റ്റ് എന്ന് പറയും. പൂനെ പാക്റ്റ് 1932 ഒപ്പുവെച്ചത്. ആരെല്ലാമാണ് പൂനെ പാക്റ്റിൽ ഒപ്പുവെച്ചത്? പൂനെ പാക്റ്റിൽ BR അംബേദ്കറും ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയുമാണ്. മദൻ മോഹൻ മാളവ്യ രേഖപ്പെടുത്തി വയ്ക്കുക. ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയും അംബേദ്കറും ആണ് പൂന പാക്റ്റിൽ ഒപ്പുവെച്ചത്. ഫോർ ഗാന്ധി മദൻ മോഹൻ മാളവ്യയും BR അംബേദ്കറുമാണ് പൂന പാക്റ്റിൽ ഒപ്പുവെച്ചത് 1932. അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് ദളിതർ എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ദളിതർക്ക് 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം? അംബേദ്കറുടെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം. അംബേദ്കറെ സംബന്ധിച്ച് തങ്ങളുടെ ജനത അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാൻ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം കൊണ്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. എന്നാൽ ഗാന്ധി എന്താണ് വിശ്വസിച്ചത്? ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തെ ബാധിക്കും, ഇന്ത്യയുടെ അഖണ്ഡതയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏകതയെ ബാധിക്കുമെന്ന് ഗാന്ധി വിശ്വസിച്ചു. സ്വാഭാവികമായും അംബേദ്കറും ഗാന്ധിയും തമ്മിൽ ഒരു വലിയ ആശയ സംഘർഷം നടന്നു. ഒടുവിൽ ഗാന്ധി പൂനെയിലെ യെർവാദ ജയിലിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിരാഹാര സമരം അനുഷ്ഠിക്കുകയും ഗാന്ധിയുടെ അന്നത്തെ ആരോഗ്യത്തെ സംബന്ധിച്ച് അംബേദ്കർക്കുണ്ടായ വ്യാകുലതയിൽ അംബേദ്കർ എന്ത് ചെയ്തു? ഈ പ്രഖ്യാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന സംവിധാനത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ 1932 പൂന പാക്റ്റിൽ ഒപ്പുവയ്ക്കുകയാണ്. ആരെല്ലാം ചേർന്ന്? BR അംബേദ്കറും ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയുമാണ് പൂന പാക്റ്റിൽ ഒപ്പുവെച്ചത്. BR അംബേദ്കറും ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയുമാണ്
പൂന പാക്റ്റിൽ ഒപ്പുവെച്ചത്. അപ്പോൾ പൂന പാക്റ്റിൽ ഒപ്പുവെച്ചതോടുകൂടി പൂർണ്ണമായും ദളിതരുടെ സംവരണം എടുത്തു കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ജനറൽ കാറ്റഗറിക്കുള്ളിൽ തന്നെ ദളിതർക്ക് സംവരണം അനുവദിച്ചു. ജനറൽ കാറ്റഗറിക്കുള്ളിൽ തന്നെ ദളിതർക്ക് സംവരണം അനുവദിച്ചു. അവരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇലക്ടോറേറ്റ് സംവിധാനം അവർക്ക് നൽകിയില്ല, മറിച്ച് ജനറൽ കാറ്റഗറിക്കുള്ളിൽ തന്നെ അവർക്ക് സംവരണം അനുവദിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പൂന പാക്റ്റ് അല്ലെങ്കിൽ 1932 കമ്മ്യൂണൽ അവാർഡ് എന്ന പ്രഖ്യാപനത്തെപ്പറ്റി പറയുവാനുള്ളത്. നമ്മൾ സൈമൺ കമ്മീഷനെ പറ്റി സംസാരിച്ചു, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി സംസാരിച്ചു, സ്വരാജ് പാർട്ടിയെ പറ്റി സംസാരിച്ചു, ഇപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെ പറ്റിയും സംസാരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ മറുചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമ്മൾക്ക് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന വിഷയത്തിലുള്ള ക്ലാസ്സുകളുമായി ഇനിയും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.